ലോകത്തിലെ ഏറ്റവും വലിയ കാടായ ആമസോണിനെക്കുറിച്ച് നിങ്ങൾക്കറിയാത്ത കാര്യങ്ങളിതാ. ഭൂമിയിലെ 20% ഓക്സിജനും നൽകുന്നത് ഈ കാടാണ്. അതുകൊണ്ട് ഇതിനെ ഭൂമിയുടെ ശ്വാസകോശം എന്നു വിളിക്കുന്നു. ഈ കാട് എത്ര നിബിഡമാണെന്നോ? മഴ പെയ്താൽ വെള്ളം താഴെ തറയിലെത്താൻ 10 മിനിറ്റ് എടുക്കും. ഒരാൾ ഇതിനുള്ളിൽ കുടുങ്ങിപ്പോയാൽ പുറത്തെത്താൻ 300 മുതൽ 400 ദിവസം വരെ വേണ്ടിവരും. പക്ഷേ അതിനു മുൻപ് തന്നെ അവിടുത്തെ ക്രൂരമായ വന്യമൃഗങ്ങൾ നിങ്ങളെ വേട്ടയാടിയിരിക്കും. തെക്കേ അമേരിക്കയിലെ 9 രാജ്യങ്ങളിലായി ഇത് വ്യാപിച്ചു കിടക്കുന്നു. ഇതിന്റെ 60%വും ബ്രസീലിലാണ്. ഇന്ത്യയുടെ ഏകദേശം ഇരട്ടി വലിപ്പമുള്ള ഈ കാടിന്റെ പല ഭാഗങ്ങളിലും ഇന്നും മനുഷ്യന്റെ കാൽപ്പാടുകൾ പതിഞ്ഞിട്ടില്ല. കോടിക്കണക്കിന് മരങ്ങൾ നിറഞ്ഞ ഈ നിഗൂഢ ലോകത്തെ കൂടുതൽ അറിയാൻ വീഡിയോ ലൈക്ക് ചെയ്യൂ. ആമസോൺ കാട് കാണാൻ ഭംഗിയുള്ളതാണോ? എന്നാൽ കേട്ടോളൂ, ഇതിനുള്ളിൽ മരണം കാത്തിരിക്കുന്നത് നിശബ്ദമായാണ്. ആദ്യം ഗ്രീൻ അനാക്കോണ്ട. 30 അടി നീളമുള്ള ഈ ഭീകരൻ ഇരയെ കടിക്കില്ല, പകരം അസ്ഥികൾ തകരുന്നതുവരെ വരിഞ്ഞു മുറുക്കും. കരയിൽ ജഗ്വാറാണ് രാജാവ്. മരത്തിൽ കയറാനും വെള്ളത്തിൽ നീന്താനും ഇവർക്ക് കഴിയും. ഒറ്റ കടിക്ക് കഴുത്തെല്ല് തകർക്കാൻ ഇവ മിടുക്കരാണ്. വെള്ളത്തിനടിയിൽ ഒളിച്ചിരിക്കുന്ന ബ്ലാക്ക് കെയ്മൻ സ്റ്റീലിനേക്കാൾ കരുത്തുള്ള താടിയെല്ലുകൾ കൊണ്ട് നിങ്ങളെ വെള്ളത്തിനടിയിലേക്ക് വലിച്ചുകൊണ്ടുപോകും. സുന്ദരമായ ഈ തവളയെ കണ്ടോ? ഇതിന്റെ പേര് പോയിസൺ ഡാർട്ട് ഫ്രോഗ്. തൊട്ടുപോയാൽ തീർന്നു. ഇതിലെ വിഷം 10 മനുഷ്യരെ കൊല്ലാൻ മതി. കൂടാതെ 100 കണക്കിന് കാലുകളുള്ള ഭീമൻ ശതപതികൾ. ഇവയുടെ വിഷം നിങ്ങളുടെ നാഡീവ്യൂഹത്തെ നിമിഷങ്ങൾക്കുള്ളിൽ തകർക്കും. ആമസോണിലെ അത്ഭുത ഗോത്രങ്ങളെക്കുറിച്ചറിയാൻ അടുത്ത ഭാഗം കാണുക. പാർട്ട് 3. പുറം ലോകം കാണാത്ത മനുഷ്യർ. ആമസോൺ കാടിനുള്ളിൽ മൃഗങ്ങൾ മാത്രമല്ല, പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാത്ത 100-ലധികം ഗോത്രവർഗക്കാരുമുണ്ട്. ഇവർക്ക് ഇന്റർനെറ്റോ മൊബൈലോ അറിയില്ല. ആയിരക്കണക്കിന് വർഷങ്ങളായി ഇവർ കാടിനുള്ളിൽ ഒളിച്ചു കഴിയുന്നു. ഹെലികോപ്റ്ററുകൾ മുകളിലൂടെ പോകുമ്പോൾ ഇവർ അമ്പെയ്യുന്നു. അവർക്ക് നമ്മൾ ഏലിയൻസാണ്. ബ്രസീലിലെ തോട്ടോബി, പെറുവിലെ മാസ്കോപിയറോ എന്നീ ഗോത്രങ്ങൾക്ക് അവരുടേതായ പ്രത്യേക ഭാഷയും നിയമങ്ങളുമുണ്ട്. ക്യാൻസർ പോലും ഭേദമാക്കാൻ കഴിയുന്ന അത്ഭുത മരുന്നുകൾ ഇവരുടെ പക്കലുണ്ടെന്നു പറയപ്പെടുന്നു. എന്നാൽ ചില ഗോത്രങ്ങൾ പുറത്തുനിന്നുള്ളവരെ കണ്ടാൽ ഇരകളായി കണ്ട് ആക്രമിക്കാറുമുണ്ട്. ആമസോൺ കാട് പ്രകൃതിയുടെ രഹസ്യമാണോ അതോ ശാപമാണോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യൂ. ആമസോൺ നദി, ലോകത്തിലെ അത്ഭുത പ്രപഞ്ചം. ആമസോൺ കാടിനുള്ളിൽ ഒഴുകുന്ന ആമസോൺ നദി ഇതൊരു സാധാരണ നദിയല്ല, മറിച്ച് ഒഴുകുന്ന ഒരു പ്രപഞ്ചം തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ നദിയായ ആമസോൺ ഏകദേശം 7000 കിലോമീറ്ററോളം നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്നു. പല രാജ്യങ്ങളിലൂടെ ഒഴുകുന്ന ഈ നദി ലോകത്തിലെ ഏറ്റവും വലിയ ജലസ്രോതസ്സുകളിലൊന്നാണ്. ഇതിന്റെ ഓരോ ഓളത്തിനടിയിലും ആയിരക്കണക്കിന് നിഗൂഢതകൾ ഒളിഞ്ഞിരിപ്പുണ്ട്. കരയിലെ കാടിനെ പോലെ തന്നെ ഈ നദിക്കടിയിലും ഭയാനകമായ ജീവികളും ഇതുവരെ മനുഷ്യൻ കണ്ടുപിടിക്കാത്ത രഹസ്യങ്ങളുമുണ്ട്. ആമസോൺ നദിയിലെ അത്ഭുതങ്ങളും ഭീകരതയും. ആമസോൺ നദി വെറുമൊരു ജലസ്രോതസ്സല്ല, അതൊരു വലിയ അത്ഭുത പ്രപഞ്ചമാണ്. സെക്കൻഡിൽ 2 ലക്ഷം ലിറ്റർ വെള്ളമാണ് ഈ നദി അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് ഒഴുക്കുന്നത്. എന്നാൽ ഇതിലെ ജീവികൾ ഭയാനകമാണ്. ഒന്നാമത്തേത് പിരാന. ഒരിറ്റു രക്തം വെള്ളത്തിൽ വീണാൽ മതി, നിമിഷങ്ങൾക്കുള്ളിൽ ആയിരക്കണക്കിന് പിരാനകൾ ഇരയെ ആക്രമിച്ച് എല്ലുകൾ വരെ ചവച്ചരയ്ക്കും. മറ്റൊന്ന് കാൻഡിരു എന്ന സൂചി പോലെ നേർത്ത മീൻ. മനുഷ്യ ശരീരത്തിനുള്ളിൽ കടന്നുകൂടി രക്തം കുടിക്കുന്ന ഇവയെ ശസ്ത്രക്രിയയിലൂടെ മാത്രമേ പുറത്തെടുക്കാൻ കഴിയൂ. ഏറ്റവും നിഗൂഢമായ ഒന്നാണ് പിങ്ക് ഡോൾഫിൻ. ഇവ രാത്രിയിൽ മനുഷ്യരൂപം ധരിക്കുമെന്നും ഗ്രാമത്തിലെ പെൺകുട്ടികളെ ഗർഭിണികളാക്കുമെന്നും നാട്ടുകാർ വിശ്വസിക്കുന്നു. കൂടാതെ ആമസോണിലെ തിളയ്ക്കുന്ന നദി, ബോയിലിംഗ് റിവർ. 90 ഡിഗ്രി സെൽഷ്യസിനു മുകളിൽ ചൂടുള്ള ഈ നദിയിൽ വീഴുന്ന ഏത് ജീവിയും നിമിഷങ്ങൾക്കുള്ളിൽ വെന്തുപോകും. അഗ്നിപർവ്വതങ്ങളൊന്നുമില്ലാതെ ഈ നദി എങ്ങനെ തിളയ്ക്കുന്നുവെന്നത് ഇന്നും ശാസ്ത്രത്തിനൊരു അത്ഭുതമാണ്. കാണാതായ മനുഷ്യരും ശാപഗ്രസ്തമായ നഗരവും. ആമസോൺ കാടിനുള്ളിൽ പോയ പലരും പിന്നീട് തിരിച്ചു വന്നിട്ടില്ല. 1925-ൽ
ബ്രിട്ടീഷ് കേണൽ പേഴ്സി ഫോസറ്റ് സിറ്റി ഓഫ് സെഡ് എന്ന സ്വർണ്ണ നഗരം തേടി കാടിനുള്ളിലേക്ക് പോയി. അദ്ദേഹത്തിനോ കൂടെയുള്ളവർക്കോ പിന്നീടെന്ത് സംഭവിച്ചുവെന്ന് ഇന്നും ആർക്കും അറിയില്ല. പലയിടങ്ങളിലും GPS-ഉം കോമ്പസും പ്രവർത്തിക്കില്ല. ചില ഭാഗങ്ങൾ സർക്കാരുകൾ റെഡ് സോണായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കാരണം അവിടെ പോയവരാരും തിരിച്ചു വന്നിട്ടില്ല. കാട് തന്നെ ഒരു ജീവിയാണെന്നും അത് ആരെ സ്വീകരിക്കണം, ആരെ കൊല്ലണമെന്ന് സ്വയം തീരുമാനിക്കുമെന്നുമാണ് ആദിവാസികൾ പറയുന്നത്. നിശബ്ദമായ രാത്രികളിൽ കാടിനുള്ളിൽ നിന്ന് സഹായത്തിനായുള്ള നിലവിളികൾ കേൾക്കാമെന്നും എന്നാൽ അവിടെ ആരും ഉണ്ടാകില്ലെന്നും പറയപ്പെടുന്നു. ആമസോൺ കാട് പ്രകൃതിയുടെ വിസ്മയമാണോ അതോ അവസാനിക്കാത്ത ഒരു പേടി സ്വപ്നമാണോ? ഇനി നിങ്ങളോട് ഒരൊറ്റ ചോദ്യം: നിങ്ങൾ എപ്പോഴെങ്കിലും ഈ കാട്ടിലേക്ക് നേരിട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അതോ ഇതിൻ്റെ നിഗൂഢതകൾ സ്വപ്നങ്ങളിൽ മാത്രം അനുഭവിക്കുന്നതാണോ നല്ലത്? കാരണം ആമസോൺ എല്ലാവരെയും വിളിക്കാറുണ്ട്, പക്ഷേ എല്ലാവർക്കും വേണ്ടിയുള്ളതല്ല അത്. ചില വിളികൾ ഒരിക്കലും തിരിച്ചു വരാൻ വേണ്ടിയുള്ളതാകില്ല. സുഹൃത്തുക്കളെ, ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പുതിയ എന്തെങ്കിലും അറിവ് ലഭിച്ചുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി അമർത്തുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യൂ. ഒപ്പം ആമസോണിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യൂ. മറ്റൊരു ആവേശകരമായ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവരും സുരക്ഷിതരായിരിക്കുക. നന്ദി.